ഇന്നും കൂട്ടി 9ാം തവണയാണ് ഈ വിഷയത്തിലെ പ്രതികരണം തേടി മാധ്യമങ്ങൾ വി.ഡി. സതീശന് മുന്നിലേക്ക് വരുന്നത്. പക്ഷേ ഇന്നും അദ്ദേഹം പ്രതികരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. ഇതിനിടയിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വിശദീകരണവും നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പ്രസാദ് ഉടുമ്പശ്ശേരി തത്സമയം ചേരുന്നു. പ്രസാദ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സാധാരണ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ഇ.ഡി. നടപടി, ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്, മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാർ തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് ഈ ഇ.ഡി. റെയ്ഡിനെ CPIM ആരോപിക്കുന്നു. അതിനൊക്കെയും അപ്പുറം കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി കാണുമെന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഡയറക്റ്റ് ചോദ്യം ഉന്നയിക്കുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് മറുപടിയില്ല. ഇതിപ്പോ ഇവരുടെ ഡയറിയിൽ UDF നേതാക്കൾക്കൊക്കെ പരാമർശങ്ങളുണ്ട്, ഇവരിലേക്കും അന്വേഷണം എത്തും എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതായിരിക്കുമോ വി.ഡി. സതീശന്റെ ഈ മൗനത്തിനുള്ള കാരണം? എത്ര നാൾ ഇങ്ങനെ മൗനം ആചരിച്ചുകൊണ്ട് വി.ഡി. സതീശന് മുന്നോട്ട് പോകാൻ കഴിയും പ്രസാദ്? സേതു, ഇന്ന് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 9 തവണയല്ല, അതിനുശേഷം പിന്നീട് ഒരു തവണ കൂടി കാണാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 10 തവണയായി ഇന്നലെയും ഇന്നുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നൊരു പ്രതികരണം തേടാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചിട്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണവും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ തന്നെ അദ്ദേഹത്തോട് ആരും മാധ്യമപ്രവർത്തകർ മൈക്ക് വെച്ചില്ല, അല്ലാതെ തന്നെ ഇതിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഒരു പ്രതികരണവും നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇതിൽ ഒരുപക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും മികച്ച ഒരു പ്രതികരണം വന്നിട്ടുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരന്റെ ഭാഗത്തുനിന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇ.ഡിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതൊരു പക്ഷേ സെക്രട്ടേറിയറ്റിലേക്കും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ഇന്നലെ കോഴിക്കോട് നടത്തിയതാണ്. ഇന്നും അതിന് സമാനമായ ഒരു പ്രതികരണം അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സേതു പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ടുകൂടി ആയിരിക്കാം വി.ഡി. സതീശന് ഇതിനകത്തൊരു കൃത്യമായ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്നൊരു നിലപാട് ഒരുപക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇതിനകത്തിപ്പോൾ ഏത് രീതിയിൽ ഈ ഇ.ഡി. അന്വേഷണത്തെ അല്ലെങ്കിൽ ഇ.ഡി. റെയ്ഡിനെ സ്വാഗതം ചെയ്താൽ സ്വാഭാവികമായും അതിനകത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഇത് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കളിലേക്ക് കൂടി ആ പേരും അന്വേഷണവും ഒക്കെ ചെല്ലും എന്നൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. CMRന്റെ ലിസ്റ്റിൽ അത്ര നേതാക്കളുടെ പേരുണ്ട്, അതിൽ ചില ആളുകൾ മന്ത്രിമാരാണ് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവർക്കെതിരെ നടക്കുന്ന അന്വേഷണത്തെ കൂടി സ്വാഗതം ചെയ്യുന്നു എന്നൊരു വ്യാഖ്യാനം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റെയ്ഡ് നടത്തുമ്പോൾ, ഒരു ഇ.ഡി. റെയ്ഡ് നടത്തുമ്പോൾ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു പ്രസ്താവന നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നതുകൂടി ഇതിനകത്തൊരു മറ്റൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അപ്പം രണ്ട് അഭിപ്രായവും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഒരുപക്ഷെ വി.ഡി. സതീശൻ നേരിടുന്നുണ്ടാകും. അതുകൊണ്ടുകൂടിയാകണം ഇതിനകത്തൊരു കൃത്യമായ വ്യക്തത വന്നതിന് ശേഷം പറയാൻ അദ്ദേഹം തയ്യാറായി എന്ന് നമ്മൾ കരുതാം. നാളെ നയപ്രഖ്യാപന പ്രസംഗമാണ് നടക്കുന്നത്. നാളെ അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായും ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ അദ്ദേഹം മറുപടി പറയും എന്നാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മൗനം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്ത് പോലും എന്തുകൊണ്ടാണ് ഇത്രയധികം മൗനം? ഇതിപ്പോൾ രാവിലെ മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി കൊച്ചിയിലെത്തി അദ്ദേഹം രാവിലെ മലപ്പുറത്ത് പാണക്കാട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ വീട് സന്ദർശിക്കുകയും അവിടെ മാധ്യമങ്ങൾ, ആഭ്യന്തര വകുപ്പ് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തോട്ടെ എന്നൊരു ചിന്ത കൂടി ഇദ്ദേഹത്തിന് കാണുമോ? അതും ഒരു ഘടകമാകും. കാരണം ആഭ്യന്തര വകുപ്പിനെതിരെയും വലിയ വിമർശനമുണ്ട്. കാരണം ഇന്നലെ അത് കൈകാര്യം ചെയ്തത്, പോലീസ് കൈകാര്യം ചെയ്തത് ശരിയായ രീതിയിലല്ല, അല്ലെങ്കിൽ അത്രത്തോളം അക്രമ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല എന്നൊരു വിമർശനം കൂടി പൊതുവായിട്ട് ഉയരുന്നുണ്ട്. അത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്നത് പോലീസിനെ അറിയിക്കാതെയാണ് റെയ്ഡ് നടത്തിയതെന്ന് മാത്രമാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ റെയ്ഡ് അറിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ അവിടെ പ്രതിഷേധം വലിയ തോതിൽ ഉയർന്നതിന് ശേഷവും കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് പോകാനും ഒന്നും പാടില്ലായിരുന്നു എന്നൊരു വിമർശനം പൊതുവെ ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു മറുപടി പറയുക എന്നുള്ളൊരു കാര്യം വി.ഡി. സതീശനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടാകും. എന്തായാലും അതേ ദിവസം ഒന്നും തന്നെ ഇത്തരത്തിൽ മൗനം തുടർന്ന് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന് അക്കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടി വരും. അത് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്താൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ കോഴിക്കോട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പരിപാടി, കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ പൗരാവലി സംഘടിപ്പിക്കുന്ന ഒരു സ്വീകരണമുണ്ട്. അതിനകത്തും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തില്ല എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്.
കരുതുന്നത്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഓക്കെ പ്രസാദ്, അപ്പം ഈ മൗനം പാലിച്ച് അധിക ദിവസം മുന്നോട്ട് പോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിയില്ല. നിശ്ചയമായും ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം ചോദിക്കും. നമുക്കറിയാലോ, ഇപ്പം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം തൊട്ട് പരിശോധിച്ചാൽ എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളോട് പറയണമല്ലേ, ആരാ നിങ്ങൾ മാധ്യമങ്ങൾ, നിങ്ങളോട് പറയണം, നിങ്ങളെ അറിയിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന നിലപാടുകാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇപ്പം കഴിഞ്ഞ 10 തവണയായിട്ട് ഒരു വിഷയത്തിൽ പ്രതികരണം ചോദിക്കുന്നു, മിണ്ടിയിട്ടില്ല. അപ്പൊ അധികകാലം ഇക്കാര്യത്തിൽ പഠിക്കാൻ ഇത്രയും സമയം വേണ്ടല്ലോ അല്ലേ? ഒരു ആദ്യ സമയത്ത് നമുക്കൊരു ഇനിഷ്യൽ പ്രതികരണം നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സാഹചര്യങ്ങൾ മുഴുവൻ പഠിക്കണം, വിലയിരുത്തണം, അതൊക്കെ വേണം. പക്ഷേ ഇതിപ്പം ഒരു ദിവസം കഴിഞ്ഞു, ഇനിയെങ്കിലും എന്തെങ്കിലും പറയണം. ഈ ഇ.ഡി. റെയ്ഡിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ അധ്യക്ഷനെ, കോൺഗ്രസിന്റെ അധ്യക്ഷനെ കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലെങ്കിലും ചുരുങ്ങിയ പക്ഷം കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതാണ്.